ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചിത്തിരപ്പാലയാണ്. സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണിത്. ഇതിന് കിണികിണിപ്പാല, നിലപ്പാല എന്നൊക്കെ പേരുകളുണ്ട്. ചിത്തിരപ്പാല സാധാരണയായി തോരൻ വച്ച് കഴിക്കാം. ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഇത് രോഗങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ചിത്തിരപ്പാല സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നു. കഫം, പിത്തദോഷം, വ്രണം, ചൊറി, കൃമി എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം. കൂടാതെ അൾസർ, വായ്പുണ്ണ്, നീര്, കുഷ്ഠം, ശ്വാസമുട്ടൽ, വെള്ളപ്പോക്ക്, പ്രമേഹം, അരുചി, ആസ്മ എന്നിവയെ ശമിപ്പിക്കാനും ഈ ഔഷധ സസ്യത്തിന് കഴിയും. സ്ത്രീ രോഗങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ചെടിയാണിത്. അതായത് നമ്മുടെ ചിത്തിരപ്പാല ഗർഭാശയ രോഗങ്ങളിൽ ഉപയോഗിക്കുന്നു. ആരംഭഘട്ടത്തിലുള്ള സിസ്റ്റ് മാറാൻ ഇത് നല്ലതാണ്. കിഡ്നി സ്റ്റോൺ, മൂത്രത്തിലൂടെ രക്തം പോകുന്നവർക്ക് ഇതിൻ്റെ സമൂലം കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സമൂലം കഴിക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണമുണ്ട്. ശുക്ലം വർദ്ധിപ്പിക്കാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഇത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. അടുത്തത് രക്തപിത്തം, രക്താർശസ്, അത്യാർത്തവം എന്നിവ തടയാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. തീപ്പൊള്ളലിനും യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന ആമാശയത്തിലെ പൊള്ളലിനും ഇതിൻ്റെ സമൂലം നല്ലതാണ്. ശരീരത്തിന് അധികമായി തണുപ്പ് കൊടുക്കുന്ന ഒരു ഔഷധ ചെടിയാണ് നമ്മുടെ ഈ ചിത്തിരപ്പാല. ശരീരത്തിലുണ്ടാകുന്ന അധികമായ എരിച്ചിൽ, മലബന്ധം, വ്രണങ്ങളിലൂടെ ഉണ്ടാകുന്ന കാന്തൽ, മേഘരോഗങ്ങൾ, അലർജി രോഗങ്ങൾ എന്നിവയ്ക്കും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. വാതപ്രമേഹം മാറ്റി ശുക്ലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണിത്. അതിസാരം മാറാൻ ഇതിൻ്റെ സമൂലം ഒരു ഉത്തമ ഔഷധമാണ്. ചിത്തിരപ്പാല തൈലം ഹൃദ്രോഗത്തിനും ശ്വാസരോഗത്തിനും ഗുണപ്രദമാണ്. അടുത്തെടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെ പാലുണ്ണി അരിമ്പാറയ്ക്ക് ഒരു സിദ്ധ ഔഷധമാണ് ഈ ചെടി. പിന്നെ കൂടാതെ ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളാണ് അടുത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള 2-3 ടിപ്സാണ് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ അല്പം ലെങ്ത് ആയതുകൊണ്ട് ബോറടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഔഷധ സസ്യമായതുകൊണ്ട് എല്ലാം പറയാതിരിക്കാനും പറ്റില്ല. അപ്പം കൂട്ടുകാർ ഒന്ന് ക്ഷമിച്ചിത് കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ ചിത്തിരപ്പാലയുടെ ഇല പൊട്ടിക്കുമ്പോൾ വരുന്ന പാൽ അരിമ്പാറയ്ക്ക് മുകളിൽ 2-3 ദിവസം പുരട്ടിയാൽ അരിമ്പാറ പൊഴിഞ്ഞു പോകുന്നതാണ്. അടുത്തത് നമ്മുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഔഷധ സസ്യം. ഇതിൻ്റെ പൂവെടുത്ത് നന്നായി അരച്ച് പശുവിൻ പാലിൽ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും. അടുത്തത് ഇതിൻ്റെ ഒരു പിടി ഇലയെടുത്ത് നെയ്യ്, ചെറുപയർ ചേർത്ത് തോരൻ വെച്ച് കഴിച്ചാൽ വായ്പുണ്ണിനും ചുണ്ടു പൊട്ടിക്കീറുന്നതിനും അൾസറിനും ഒരു ഉത്തമ പരിഹാരമാണ്. അടുത്ത് നമ്മുടെ മുറിവൊക്കെ ഉണ്ടായാൽ ചിത്തിരപ്പാലയുടെ നീര് പുരട്ടുകയോ അരച്ചിടുകയോ ചെയ്യാവുന്നതാണ്. തേൾ കുത്തിയാൽ ചിത്തിരപ്പാലയുടെ പാൽ പുരട്ടുന്നത് വളരെ നല്ലതാണ്. തേൾ കുത്തിയ സ്ഥലത്ത് ഇതിൻ്റെ പാൽ പുരട്ടിയാൽ തേൾ വിഷമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. അടുത്തിത് ആസ്മയ്ക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ചിത്തിരപ്പാല സമൂലം 30 ഗ്രാം 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി ദിവസം 2 നേരം കഴിക്കുന്നത് ആസ്മയ്ക്കും മൂത്രാശയ രോഗങ്ങൾക്കും ഗുണപ്രദമാണ്. ചിത്തിരപ്പാലയെ ഔഷധ ഗുണങ്ങളുടെ കലവറ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കൂട്ടുകാർ ഈ വീഡിയോയിലൂടെ കേട്ട് കാണും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഔഷധ പ്രയോഗങ്ങളും. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലൊക്കെ ഈ ചെടിയെ കണ്ടാൽ പിഴുതെറിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. പരിപാലിക്കുകയും നട്ടു വളർത്തുകയും ചെയ്യണം. ധാരാളം അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ ഈ ചിത്തിരപ്പാല. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ അറിവാണ് ഞാൻ കൂട്ടുകാർക്കായി നൽകുന്നത്. വലിയ അറിവുകൾ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്ന് കമൻറ്റായി വന്നു കഴിഞ്ഞാൽ എനിക്കും കുറച്ചും കൂടി അറിവ് കിട്ടും. ചിത്തിരപ്പാലയുടെ ഔഷധ ഗുണങ്ങൾ തീരുന്നില്ല, ഇനിയും ഉണ്ട് ഔഷധ ഗുണങ്ങൾ.
അപ്പോൾ കൂട്ടുകാർക്ക് ഒന്നുകൂടി ഇത് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കയറി കാണണം. നിങ്ങൾക്കും ഇതിൽ കൂടി കുറച്ച് അറിവുകൾ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഔഷധ സസ്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും അറിയില്ല. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. പണ്ടത്തെ തലമുറയിലുള്ള ആളുകൾക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. അപ്പോൾ കൂട്ടുകാർക്ക് ഒന്നുകൂടി ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.